ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ. അധികാരമേറ്റെടുത്ത് 3 മാസം തികയും മുൻപ് തന്നെ ബാർണിയർ നേതൃത്വം നൽകുന്ന സർക്കാർ വീണു. ബുധനാഴ്ച സഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിലാണ് ബാർണിയർ പരാജയപ്പെട്ടത്. സെപ്റ്റംബർ 5-നായിരുന്നു ബാർണിയർ രാജ്യത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തിരുന്നത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ബാർണിയറെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയമിച്ചത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ഫ്രാൻസിനെ ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഈ സംഭവവികാസങ്ങൾ നടന്നത്. ഇതോടെ ഏറ്റവും കുറഞ്ഞ കാലം ഫ്രാൻസിൽ പ്രധാനമന്ത്രി പദം വഹിച്ച വ്യക്തിയെന്ന റെക്കോർഡ് മിഷേൽ ബാർണിയർക്ക് സ്വന്തമാവും. 6 പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായാണ് ഫ്രാൻസിൽ ഒരു സർക്കാർ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുന്നത്. അവസാനമായി 1962-ലാണ് ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെട്ട് ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയത്. ബജറ്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് മിഷേൽ ബാർണിയയുടെ സ്ഥാനം തെറിക്കാൻ കാരണമായത്. ബാർണിയർക്കെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തീവ്ര വലതുപക്ഷവും ഇടതുപക്ഷവും ഒരുപോലെ കൈകോർത്തു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ബജറ്റ് കമ്മി ഒഴിവാക്കാനായി ബാർണിയർ അവതരിപ്പിച്ച നയങ്ങൾ വലതുപക്ഷത്തിന്റെ എതിർപ്പിനും കാരണമായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന് കൃത്യമായ ഭൂരിപക്ഷമില്ലാതിരുന്ന സാഹചര്യമായിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നത്. അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വെറും 288 വോട്ടുകൾ ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ പ്രമേയത്തിന് അനുകൂലമായി ലഭിച്ചത് 331 വോട്ടുകളായിരുന്നു. 574 അംഗ പാർലമെന്റിൽ 331 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കുകയല്ലാതെ ബാർണിയറിനു മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല. എന്നാൽ പ്രസിഡന്റ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കും വരെ കാവൽ പ്രധാനമന്ത്രിയായി ബാർണിയർ തുടരേണ്ടി വരും. നേരത്തെ 60 ബില്യൺ യൂറോ നികുതി വർധന, ചിലവ് ചുരുക്കൽ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ബാർണിയറുടെ ബജറ്റ് പാർലമെന്റിൽ വലിയ എതിർപ്പുകൾക്ക് വിധേയമായിരുന്നു. എന്നാൽ ഇവയെല്ലാം മറികടന്ന് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വോട്ടെടുപ്പില്ലാതെ ധനബിൽ പാസാക്കാനുള്ള ബാർണിയറുടെ നീക്കമാണ് നിലവിൽ അവിശ്വാസ പ്രമേയത്തിലേക്ക് നയിച്ചത്. പാർലമെന്റിൽ വോട്ടെടുപ്പില്ലാതെ നിയമനിർമ്മാണം നടത്താൻ അനുവദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 49.3 പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നത്. ജൂലൈയിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. 2 മാസത്തോളം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ശേഷമാണ് എൽആർ പാർട്ടി നേതാവായ മിഷേൽ ബാർണിയറെ മാക്രോൺ സർക്കാരുണ്ടാക്കാൻ ക്ഷണിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിനെ തഴഞ്ഞ് ബാർണിയറെ പ്രധാനമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിനെതിരെ നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളുടെ സഖ്യമായ പോപ്പുലർ ഫ്രണ്ട് 190 സീറ്റും മാക്രോണിന്റെ എൻസെമ്പിൾ സഖ്യം 160 സീറ്റും മരീൻ ലെ പെന്നിന്റെ തീവ്ര വലതു പാർട്ടിയായ നാഷണൽ റാലി 140 സീറ്റുമാണ് നേടിയത്. സർക്കാർ രൂപീകരണത്തിന് ക്ഷണം ലഭിക്കേണ്ട ഇടതു സഖ്യത്തെ മാക്രോൺ തഴയുകയായിരുന്നു. ബാർണിയറിനെതിരെ സഭയിൽ അവിശ്വാസം വന്നാൽ മരീൻ ലെ പെന്നിന്റെ തീവ്ര വലതു പാർട്ടി വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നുവെങ്കിലും ഇവരും സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഫ്രാൻസിനെ തകർക്കുന്ന വിഷലിപ്തമായ ബജറ്റാണ് സർക്കാർ മുന്നോട്ട് വച്ചതെന്നും ബാർണിയറെ നീക്കം ചെയ്യുകയല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്നായിരുന്നു അവിശ്വാസ വോട്ടെടുപ്പിന് പിന്നാലെ മരീൻ ലെ പെൻ പ്രതികരിച്ചത്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായാണ് ബാർണിയർ 73-ാം വയസ്സിൽ അധികാരമേറ്റിരുന്നത്.